എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ആൻഡ് ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ പവർഫുൾ ലേഡീസ് ഇൻ ദിസ് വേൾഡ്. എല്ലാരും നല്ല ബോൾഡ് ആയിട്ടിരിക്കാം, മിടുക്കരായിട്ടിരിക്കാം. ഓരോരുത്തരും പറയാറുണ്ട് ടീച്ചറമ്മ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളാണ് ഞങ്ങളെന്ന്. അത്രയും മിടുക്കരായിരിക്കുക കേട്ടോ. ടീച്ചറമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. അടിപൊളിയായിരിക്കുക. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമാക്കുക. എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കുക, ഹൈലി എനർജറ്റിക് ആയിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പൊ എല്ലാരും ടീച്ചർമ്മ പറയുന്ന കാര്യങ്ങള് ഒരു പിന്നെ ബുക്കും പേനയൊക്കെ എടുത്ത് കറക്റ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് പോണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോണം കേട്ടോ. അപ്പോ 90% ആളുകളും സമ്പന്നരാകാത്തതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് ശരിക്കും കഴിവില്ലാത്തത് കൊണ്ടോ അവര് ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടോ അല്ല. അതിന്റെ ശരിയായ കാരണം അവർക്ക് ഈ രഹസ്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മള് ഇലോൺ മസ്കിനെ നോക്കിയാൽ, ഇലോൺ മസ്ക്, വാരൻ ബഫറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബിലനേഴ്സ് ആയിട്ടുള്ള ടാറ്റയോ മുകേഷ് അംബാനിയോ ആരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് അതിസമ്പന്നരാകാൻ കഴിഞ്ഞത്. അപ്പോ സമ്പന്നനായി മാറണമെങ്കിൽ അതിന് നമ്മളൊരു ഫോർമുല ഫോളോ ചെയ്താൽ മതി. ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സമ്പന്നനാകാൻ കഴിയും. ഓക്കെ, അപ്പോ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, നോട്ട്സ് എഴുതിയെടുക്കാം. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാണ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാര്യം മനസ്സിനകത്ത് സമ്പത്തിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എത്ര കിടന്ന് ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്ത് വരില്ല. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ്സ് പോസിറ്റീവ് ആക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? സമ്പന്നരും പാവപ്പെട്ടവരും ചിന്തിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ തോട്ട്സിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ഈ പാവപ്പെട്ട ആളുകള് അവരെപ്പോഴും പണത്തിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദേ വർക്ക് ഫോർ മണി. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എങ്ങനെയാണെന്നറിയോ? മേക്ക് മണി വർക്ക് ഫോർ ദം. പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിൽ അവര് അവരുടെ പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അവരെത്തും. അപ്പൊ നമ്മൾ ആ ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എത്തേണ്ടത്. ഈ പൂർ മൈൻഡ് സെറ്റുള്ള ആളുകള് എപ്പോഴും റിസ്ക് എടുക്കാൻ അവർക്ക് പേടിയായിരിക്കും. ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ദേ ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അവരെപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. ഞാൻ ഈ ഡിഫറൻസ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ ഇതുപോലുള്ള എവിടെയെങ്കിലുമൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് കിടപ്പുണ്ടോ നിങ്ങൾ നോക്കാം. ഇനി പൂർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാവോ? അവരാദ്യം ചെലവാക്കും, പിന്നീടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പൈസ കയ്യിലേക്ക് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ചെലവാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അവരാദ്യം ഇൻവെസ്റ്റ് ചെയ്യും, അതിനുശേഷമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ചെലവാക്കുന്നത്. ഇനി പൂർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിക്കുന്നത് ദേ ബിലീവ് ഇൻ ലക്ക്. അവര് ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ കണ്ടില്ല ചില ആൾക്കാരെ, അവര് പറയും എനിക്കൊരു ലോട്ടറി അടിക്കും, ലോട്ടറി ഞാൻ എടുത്തിട്ടുണ്ട്, ലോട്ടറി അടിക്കും, ലോട്ടറി അടിച്ച് എന്റെ ഈ കഷ്ടകാലം മൊത്തം മാറും എന്ന് പറഞ്ഞ് ആ ഭാഗ്യം വരുന്ന ദിവസത്തെയും നോക്കിയിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ കണ്ടിട്ടില്ല പലരെയും. അതുപോലെ ചിലര് പറയും എന്റെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വരും, വന്ന് എന്റെ ലൈഫില് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ അവര് വരുത്തും, അതോടെ എന്നിലേക്ക് സമ്പത്ത് വരും എന്നൊക്കെ ഇന്നോ ഒരു നല്ല ദിവസത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ഭാഗ്യം കൊണ്ടാണോ ഒരാള് സമ്പന്നനാകുന്നത്? അല്ല. അപ്പം മിക്കവരും അങ്ങനെ കരുതിയിരിക്കുന്നവരുണ്ട്. അതായത് ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നത്, ഒരു വ്യക്തി ഗുരുവായൂരപ്പനോട് ചെന്ന് എന്നും പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ എനിക്ക് ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ.
എനിക്ക് ലോട്ടറിയിലൂടെ കോടിക്കണക്കിന് രൂപ തരണേ, എത്ര വർഷമായിട്ട് ഞാൻ അങ്ങയുടെ ഭക്തനാണ്, ഞാൻ നിരന്തരം അങ്ങയോട് വന്ന് ഇത് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ലോട്ടറി അടിക്കണേ, എന്നിട്ട് എനിക്ക് ഇതുവരെ ലോട്ടറി അടിച്ചില്ലല്ലോ. ഭഗവാനോട് നിരന്തരം ഈ വ്യക്തി ഇത് തന്നെയാണ് പോയി പ്രാർത്ഥിക്കുന്നത്. അവസാനം ഭഗവാൻ സഹികെട്ട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ലോട്ടറി അടിക്കണമെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടറി എടുക്കുകയെങ്കിലും ചെയ്യേ, ലോട്ടറി എടുത്താലല്ലേ ലോട്ടറി അടിക്കുള്ളൂ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. നമ്മൾ ഭാഗ്യത്തിലും വിശ്വസിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ആക്ഷൻ എടുക്കാതെ കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ സമ്പന്നരായിട്ടുള്ള റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്ന ഏതിലാണെന്നറിയോ? ആക്ഷനിലാ വിശ്വസിക്കുന്നത്. ദേ ബിലീവ് ഇൻ ആക്ഷൻ ആൻഡ് സ്ട്രാറ്റജി. അവര് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, അവര് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുക. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് സക്സസ് കിട്ടുന്നത്. പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് ഒരു സോഴ്സ് ഓഫ് ഇൻകം അവർക്കുണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ഒരു വരുമാനത്തിൽ. പക്ഷെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ്, സമ്പന്നരല്ല റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളത്, റിച്ച് മൈൻഡ് സെറ്റും രണ്ടാണ്. നമുക്ക് സമ്പന്നതയുടെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റിച്ച് ആവാൻ പറ്റും. അപ്പൊ ആ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവര് ദേ ബിൽഡ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത്. ടീച്ചറമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമ്പന്നനാകണമെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കണം? നമ്മൾ സമ്പന്നനെ പോലെ ചിന്തിക്കണം. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന 10 പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങളെ കൂടുതൽ സമ്പത്ത് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് തീർച്ചയായിട്ടും ചേഞ്ച് ആകും. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എഴുതിക്കോളൂ, മാസ്റ്റർ എ ഹൈ ഇൻകം സ്കിൽ. നിങ്ങൾ ഏതെങ്കിലും നല്ല ഒരു ഹൈ ഇൻകം തരുന്ന ഒരു സ്കില്ല് പഠിക്കണം. പലരും പറയും എനിക്ക് ജോലി കിട്ടുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്കില്ല്, ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏത് സ്കില്ല് പഠിച്ചാലാണ് എനിക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഇന്ന് നല്ല സ്കോപ്പാണ് അല്ലെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക, അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ്, അല്ലെങ്കിൽ ഇപ്പോ പിന്നെ AI ഓട്ടോമേഷൻ ഒക്കെ നല്ല ഇതാണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ബിസിനസ് കൺസൾട്ടിങ്, അല്ലെങ്കിൽ കോച്ചിങ് മേഖലയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് മിനിമം മാസം 10 ലക്ഷം രൂപയിലധികം സമ്പാദിക്കാൻ പറ്റും. ശരിയല്ലേ? യെസ് ഓർ നോ? അപ്പൊ എനിക്ക് അവസരങ്ങളില്ല, ഒന്നും എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നിരന്തരം നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ട് 10 ലക്ഷം തരം മിനിമം ആണ്, അതിനപ്പുറത്തേക്ക് നമുക്ക് നേടാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഏത് ഹൈ ഇൻകം സ്കില്ലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓരോരുത്തരും തീരുമാനിക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ യുവർ മണി. അതായത് വാരൻ ബഫറ്റിന്റെ ഗോൾഡൻ റൂള് പറയുന്നത്, നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം നിങ്ങളിലേക്ക് വരാനുള്ള മാർഗം നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ പണത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വരും എന്നതാണ്. എത്ര മനോഹരമായ കൺസെപ്റ്റാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സമ്പന്നർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവരെന്ത് ചെയ്യും? ഓൺലൈൻ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഉള്ളതെങ്കിൽ അടുത്ത ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനലിലൂടെ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീലാൻസിംഗ് ആയിട്ട് ഏതെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെൽ ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഏതെങ്കിലും ഡിജിറ്റൽ പ്രോഡക്ട്സ് ഉണ്ടാക്കി അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നല്ല വരുമാനം കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണ്. അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ ഓൺലൈൻ കോഴ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. അപ്പൊ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുക? ആലോചിച്ച് തീരുമാനിക്കാം. അടുത്തത് നെറ്റ്വർക്ക് വിത്ത് റൈറ്റ് പീപ്പിൾ. നമ്മൾ ശരിയായിട്ടുള്ള ആളുകളുമായിട്ട് വേണം സഹകരിക്കാനായിട്ട്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവ് ആയിട്ടുള്ള പിന്തിരിപ്പൻ മനോഭാവമുള്ള ആളുകളുമായിട്ടാണ് സഹകരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നെഗറ്റീവ്, അവരെപ്പോഴും ലൈഫില്
എല്ലാം ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ജീവിതം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള, നമ്മളെ വിജയിക്കാൻ സഹായിക്കുന്ന നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കുക. നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യടാ, നിന്നെ കൊണ്ട് പറ്റൂടാ മുത്തേ, നീ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളെ കട്ട ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കുക. നിങ്ങൾക്ക് നല്ല മെന്റേഴ്സുമായിട്ട് കണക്ട് ആവുക. നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റും പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും അതുപോലെ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല മെന്റേഴ്സുമായിട്ടൊക്കെ കണക്ട് ആവുമ്പോൾ അവർ നിരന്തരം അവരുടെ സക്സസിനെ പറ്റിയും ഓരോ കഥകളും ഒക്കെ നമുക്ക് പറഞ്ഞിരും. നമ്മുടെ മൈൻഡ് അതിലൂടെ റീപ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. അതിൽ ടീച്ചർമാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പോലും പറയുന്നത് ഓരോ ദിവസം നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. ഓരോ സ്റ്റുഡൻസും പറയുന്നത് കേട്ടില്ലേ, സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ളത്. നമ്മൾ ആ ഹാപ്പിനെസ്സിലേക്ക് എത്തണം. നമ്മൾ എല്ലാവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? അവർ അൾട്ടിമേറ്റ് എയിം ഈസ് ഹാപ്പിനെസ്. സന്തോഷത്തിന് വേണ്ടി. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ട. എല്ലാം ചെയ്തിട്ടും സന്തോഷമില്ലെങ്കിലോ? അപ്പൊ ആ സന്തോഷത്തിലേക്ക് എത്തുക. സന്തോഷത്തിലെത്തി നമ്മുടെ എനർജി ഹൈ ആക്കി നമ്മുടെ വൈബ്രേഷണൽ തലം ഉയരുമ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് നടന്നു കിട്ടും. യുവർ നെറ്റ്വർത്ത് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു യുവർ നെറ്റ്വർക്ക്. നിങ്ങൾക്ക് എത്രത്തോളം നെറ്റ്വർക്ക് ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. കണക്ട് വിത്ത് റിച്ച് പീപ്പിൾ. സമ്പന്നരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ആവുക. ഇങ്ങനെ പറയാറില്ലേ, ഇഫ് യു ആർ among 5 billionaires, you are the 6th one. If you are among 5 idiots, you are the 6th one. നിങ്ങൾ 5 ശതകോടീശ്വരന്മാർക്കൊപ്പമാണെങ്കിൽ 6ാമത്തെ ശതകോടീശ്വരൻ നിങ്ങളായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ 5 വിഡ്ഢികൾക്കൊപ്പമാണെങ്കിൽ 6ാമത്തെ വിഡ്ഢി നമ്മളായിരിക്കും. അപ്പൊ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുക. അല്ലാത്തവരുമായിട്ട് സഹകരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? നമ്മളും അവരെ പോലെ ആയിപ്പോ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫൈൻഡ് എ മില്ലനെയർ മെന്റർ. ഒരു മില്ലനെയർ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെന്ററുമായിട്ട് നിങ്ങൾ കണക്ട് ആവും. അപ്പൊ നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡൻസും വന്നിട്ട് ടീച്ചർ എനിക്ക് ഇന്നത് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന ഗൈഡൻസ് കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്ത് അവർക്ക് ഓരോരുത്തർക്കും ആ മേഖലയിൽ ശോഭിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക, ബിസിനസ് ഈവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എപ്പോഴും വേണ്ട നല്ല കണക്ഷൻസ്. നല്ല സക്സസ്ഫുൾ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉയർന്നു വരാനായിട്ട് പറ്റും. ഈ മില്ലനേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവരെല്ലാ ദിവസവും വായിക്കും. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും എല്ലാ ദിവസവും. അവർക്ക് കൃത്യമായിട്ടുള്ള, അവര് രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് 5 AM ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ, റോബിൻ ശർമ്മയുടെ പുസ്തകം. അതുപോലെ രാവിലെ എഴുന്നേറ്റ് അവർക്കൊരു മോർണിംഗ് റൊട്ടീനും ഒക്കെ ഉണ്ട്. അവരെല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യും, വിഷ്വലൈസ് ചെയ്യും, അവരുടെ സക്സസ് വിഷ്വലൈസ് ചെയ്യും, ജേർണൽ ചെയ്യും, അവർ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ശരിക്കും സക്സസ്ഫുൾ ആകാൻ ഇതൊക്കെ ആവശ്യമുണ്ടോ? എല്ലാ മില്ലനേഴ്സും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ഹാപ്പിനെസ് വേണം. ഈ സ്ട്രെസ്സും ടെൻഷനും അടിച്ച് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നല്ല സന്തോഷമുള്ള മില്ലനേഴ്സായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മള് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ ജേർണൽ ചെയ്ത് വെക്കുക. അതുപോലെ ടീച്ചറുമ്മയുടെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുജാർ മോഹൻ മണി അഫർമേഷൻസ് എന്ന് കിടപ്പുണ്ട്. നിങ്ങൾ മണി അഫർമേഷൻസ് എല്ലാ ദിവസവും കേൾക്കുക. അതുപോലെ നിങ്ങൾക്ക് അഫർമേഷൻ ഉണ്ട്, ഐ അട്രാക്ട് മണി എഫർട്ട്ലെസ്ലി, മണി ഫ്ലോസ് ടു മീ ഇൻ അബണ്ടൻസ്. ഈ അഫർമേഷൻ ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ മില്ലനെയറായി മാറണമെങ്കിൽ ഐ ആം എ മില്ലനെയർ എന്ന് നിങ്ങൾ എപ്പോഴും അഫർമേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. മില്ലനെയർ ആകാൻ ആഗ്രഹിക്കുന്നവര് കമന്റിൽ ഐ ആം എ മില്ലനെയർ എന്നിടുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഇൻസ്റ്റന്റ് ആക്ഷൻ പ്ലാൻ. ആക്ഷൻ എടുക്കാതെ കാര്യം നടക്കൂ ഇല്ല. അപ്പൊ നമ്മളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതിക്കോളൂ, പിക്ക് എ ഹൈ ഇൻകം സ്കിൽ. നിങ്ങൾക്ക് നല്ല ഇൻകം തരുന്ന ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ തിരഞ്ഞെടുക്കാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് സ്റ്റഡി ദാറ്റ് സ്കിൽ. ആ സ്കില്ല് നന്നായിട്ട് പഠിക്കുക. മൂന്നാമത്തത് ഫൈൻഡ് എ മെന്റർ ഓർ എ സക്സസ് സർക്കിൾ. നല്ലൊരു മെന്ററെ നമുക്ക് ഗൈഡ് ചെയ്ത് തരാൻ കഴിയും, നല്ലൊരു മെന്ററുമായിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ് സർക്കിളുമായിട്ട് നമ്മൾ കണക്ട് ആവുക. അപ്പൊ നമ്മൾ ആ ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ച് നമ്മൾ അതിൽ നല്ല എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ ഒരു മേഖലയിൽ നമ്മളൊരു 5 വർഷമൊക്കെ നിന്ന് കഴിയുമ്പോൾ പുലിയാവും നമ്മൾ. ടീച്ചർമ്മ ഇപ്പോൾ ലൈഫ് കോച്ചിങ്ങിൽ 4ാമത്തെ വർഷമാണ്. അടുത്ത 1 വർഷം കൂടെ കഴിയുമ്പോൾ ആ ഒരു ഫീൽഡിൽ നമ്മളൊരു എക്സ്പേർട്ടായി മാറുകയാണ്. അപ്പൊ നമുക്ക് അതുപോലെ
നമുക്ക് അത്രയും നോളജ്, കാര്യം എന്തോ അത്രയ്ക്കും അല്ലേ വായിക്കുന്നു ഓരോ ദിവസവും, റിസർച്ചും വായനയും അറിവും. സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുക. എനിക്ക് തീരെ ആത്മവിശ്വാസവും ഇല്ല, അത്രയും കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ പിന്നീട് നമുക്ക് ആ അറിവും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തരുന്ന എങ്ങനെ? ഇതൊക്കെയാണ് നമ്മുടെ സ്കില്ല്. നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളും മില്യനേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കും. മില്യനേഴ്സ് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, മടി പിടിച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇരിക്കത്തില്ല. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കണം. എനിക്ക് മാസം 10 ലക്ഷം രൂപയിൽ പുറത്ത് നേടണം എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും കുറ്റം പറഞ്ഞോ, ഇവിടെ ഒന്നും അവസരങ്ങളില്ല, കേരളത്തിൽ നിന്നാൽ വളരാൻ പറ്റില്ല, കേരളം വളക്കൂറുള്ള മണ്ണല്ല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സ്കില്ല് പഠിക്കാം, അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്കില്ല് പഠിക്കാൻ വേണ്ടി ഇന്ന് എന്ത് ആക്ഷൻ എടുക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കാം. അതുപോലെ തന്നെ മണി മേക്കിംഗ് വീഡിയോസ് ഒരുപാട്, എങ്ങനെ നമുക്ക് സമ്പന്നതയിലേക്ക് എത്താം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ടീച്ചർമാർ സ്ഥിരം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ക്ലാസ്സിന്റെ വീഡിയോസ് കയറി കാണുക. അതിൽ പറയുന്ന ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. എത്രയോ സ്റ്റുഡൻസ് ആ പറയുന്ന ടീച്ചർമാർ തരുന്ന ആ ഫ്രീ കണ്ടന്റ് തന്നെ ഉപയോഗിച്ചിട്ട് അവരുടെ ലൈഫ് മാജിക്കലി മാറിയ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ അത്രയും മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ സ്റ്റേ അവേ ഫ്രം ബാഡ് ഡെപ്റ്റ്. നമ്മൾ ഈ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മോശം ആയിട്ടുള്ള ഡെറ്റിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി നിൽക്കുക. ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് കാർഡിനെ പറയുന്ന ബോംബ് ഇൻ യുവർ പോക്കറ്റ് എന്നാണ്. നമ്മള് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒടിച്ചു മടക്കി ദൂരെ കളയുക. അതും കൊണ്ട് നടന്ന് അതിൽ വരുന്ന പ്രശ്നം എന്താണ്? നമുക്ക് അന്നേരം നമ്മൾ കാര്യങ്ങൾ നടക്കും, പക്ഷെ അതിന്റെ ഹൈ ഇൻട്രസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി പെടരുത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ കടം വേടിപ്പും അതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക. അതുപോലെ തന്നെ അൺവാണ്ടഡുള്ള EMI എടുത്ത് ഈ ഒരു ആവശ്യമില്ലാതെ EMI കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ലക്ഷറിയിലേക്ക്, ആവശ്യമില്ലാത്തതിലേക്ക് പോകാതെ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തിയിട്ട് അതിലേക്ക് പോകാം. നമ്മൾ കൂടുതൽ ആഡംബരത്തിന്റെ പുറകെ പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഓക്കെ. ഇനി പിന്നെ പേഴ്സണൽ ലോൺസ് എടുക്കുന്നത് ഒഴിവാക്കാം. അതിനൊക്കെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാം. മാക്സിമം അൺവാണ്ടഡ് EMIs നമ്മൾ ഒഴിവാക്കുക. പിന്നെ റിയൽ എസ്റ്റേറ്റിലോ ബിസിനസ്സിലോ നമ്മൾ എഡ്യൂക്കേഷനിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാത്രം നമുക്ക് ഡെറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വായിക്കണം. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ സ്കിൽ സെറ്റ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്കില്ല് പഠിക്കണം. അതിനോടൊപ്പം ഒരുപാട് വായിക്കണം. റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ദ സൈക്കോളജി ഓഫ് മണി ഒക്കെ നല്ല പുസ്തകങ്ങളാണ് വായിക്കാനായിട്ട്. ഇരുന്ന് വായിക്കണം. വായിച്ചിട്ട് ആ കിട്ടുന്ന അറിവുകളെയൊക്കെ ഒന്ന് എഴുതിയെടുത്ത് അതിനെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ടീച്ചറും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള എന്റെ പരിപാടി ഇതാണ്. ഞാൻ ആ കിട്ടുന്ന അറിവുകളെ വെറുതെ ഇങ്ങനെ വെറുതെ നമ്മൾ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. ആ കിട്ടുന്ന അറിവിനെ കറക്റ്റ് ആയിട്ട് ലൈഫിൽ ഉപയോഗിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കൂടുതൽ അനുനിമിഷം സക്സസിൽ നിന്ന് സക്സസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം കറക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഏർലി ആൻഡ് വൈസ്ലി. എത്ര നേരത്തെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും നേരത്തെ നമുക്ക് കൂടുതൽ സമ്പന്നനാകാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിപ്റ്റോയിലോ ഗോൾഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കണം. ആവശ്യമില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടും യൂട്യൂബിൽ ആവശ്യമില്ലാത്ത ഷോർട്സ് ഒക്കെ കണ്ട് നമുക്ക് ടൈം പഴി കളയാതെ നമ്മൾ കുറച്ച് സമയമൊക്കെ അത് ഓക്കെ, ബാക്കി സമയങ്ങൾ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് ലിവ് ബിലോ യുവർ മീൻസ്. അതായത് ഈ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവര് പണം വേസ്റ്റ് ചെയ്യത്തില്ല. അതിനായിട്ട് നമ്മൾ 50-30-20 റൂള് നമുക്ക് ഫോളോ ചെയ്യും. എന്താണ് ഈ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% നമ്മുടെ വരുമാനത്തിന്റെ 50% നമ്മുടെ ആവശ്യങ്ങൾക്ക്, നീഡ്സിനായിട്ട്, അതായത് നമുക്ക് പിന്നെ റെന്റ് കൊടുക്കാനായിട്ട്, ബില്ല്, നമ്മുടെ ഭക്ഷണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് 50% മാറ്റി വെക്കുക. അതുപോലെ തന്നെ 30%, 30% നമുക്ക് വാൺസ്, WANTS, വാൺസ്, അതായത് നമുക്ക് എന്റർടൈൻമെന്റിനോ ഷോപ്പിങ്ങിനോ ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ബാക്കി 20%, 20% നമ്മൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ നീക്കി വെക്കുക എന്നുള്ളതാണ്. ബിൽഡ് ആൻഡ് ഗ്രോ എ ബിസിനസ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് ഇസ് ദ ഫാസ്റ്റ് ട്രാക്ക് ടു വെൽത്ത്. സമ്പത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്
ഓൺട്രപ്രണർഷിപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ബിസിനസ് തുടങ്ങാൻ പറ്റും? ഓരോരുത്തരും കമന്റിലേക്ക് ഇട്ട് നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു? ഒരു ഓൺട്രപ്രണർ ആയിട്ട് ഒരുപാട് പേർക്ക് ജോലിയെ കൊടുത്ത് എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ യൂസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് കൺസിസ്റ്റന്റ്ലി, സമയത്തിനനുസരിച്ച് നമ്മൾ പണം മൾട്ടിപ്ലൈ ആക്കുക. അപ്പൊ നമുക്കൊരു 5000 രൂപ വെച്ച് മാസം ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു 15%, 15% ഒക്കെ ആനുവൽ റിട്ടേൺസ് കിട്ടുമെങ്കിൽ 20 വർഷം കൊണ്ട് ഒരു 76 ലാക്സ് ഒക്കെ ആവും. അപ്പൊ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം, നമ്മൾ എപ്പോഴും സമ്പന്നനാകണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അവസരങ്ങളില്ല, സാഹചര്യം, എല്ലാത്തിലും നെഗറ്റീവ് കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് സ്കില്ലാണോ നമുക്ക് പറ്റുന്നത് ആ സ്കില്ല് കണ്ടെത്തി ആ സ്കില്ല് പഠിച്ച് അതിൽ നമ്മളൊരു എക്സ്പേർട്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഓരോരുത്തരും ഏത് സ്കില്ലാണ് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും നിസ്രമയുടെ കമന്റിൽ പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മണി അഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കണം. അത് മുടക്കം വരാതെ നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പൈസ വരും. അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ടീച്ചറമ്മ ഞാൻ 2 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്തു, 7 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്തു, 5 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ടീച്ചറമ്മ ബ്ലസ് ചെയ്യാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.